സ്വാമിജി ഇവിടെ നമുക്ക് ഒന്നുമില്ല. അതായത് കൃഷിയില്ല, പശു അല്ലെങ്കിൽ ഗോശാലയില്ല, മറ്റുള്ള വ്യവസായ സ്ഥാപനങ്ങളോ വ്യാപാര സ്ഥാപനങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഒന്നുമില്ല സ്വാമിജി ഇവിടെ. ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ. പഞ്ചായത്തിന്റെ പൊതു ശ്മശാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അവിടെ വേറെ രീതിയിലുള്ള മതപരമായിട്ടുള്ള രണ്ട് സംസ്കാരം നടന്ന പിന്നെ അതിനൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അതെ, കാരണം ഒരു ഹിന്ദു ധർമ്മത്തിനുള്ള പോലെ തുറസ് വേറെ എവിടെയും ഇല്ല. ഒരു ഹിന്ദു ശ്മശാനത്തിൽ മറ്റൊരു മതാചാര പ്രകാരമുള്ളത് നടന്നു എന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ മറ്റൊരു ശ്മശാനത്തിൽ ഹിന്ദു മതാചാര പ്രകാരമുള്ള ഒരു ചടങ്ങ് നടക്കുന്നതിന് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം സംഗതികളൊക്കെ വരുമ്പോൾ ഇതൊരു ഹൈന്ദവ ധാർമ്മിക കേന്ദ്രമായതിൽ അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഉണ്ടായിരുന്ന വിയോജിപ്പുകളും അതിൻ്റെ പ്രശ്നങ്ങളുമാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലായി. സംഘടന എന്നുള്ള രീതിയിലല്ല. കാരണം CPM വിടുന്ന സമയത്ത് അതിന്റെ ഒരു വിടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എതിർപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല. ഞാനത് സഫയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിലിരുന്നു. സമ്മേളനത്തിന്റെ സമയത്ത് നമ്മളത് സമ്മേളനത്തിൽ തന്നെ ഔപചാരികമായിട്ട് അതിൽ നിന്ന് അവസാനിപ്പിച്ചു തീർന്നു. സ്വാമിജി നമസ്കാരം. നമ്മൾ കാശിയിലാണ്. കാശീന്റെ ഒരു വൈബ് എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു ആനന്ദം, ഒരു പറഞ്ഞറിയിക്കാത്തൊരു സന്തോഷമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ കാശിയിൽ നമുക്ക് മുമ്പ് പൂർവികരെ ചെയ്ത തപസ്സായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വെറുതെ കാശിയിൽ വന്ന് എല്ലാവരും ഇരിക്കണം എന്ന് പറയും. സനാതന സംസ്കാരം എല്ലാ കാലവും നിലനിന്നത് ഇതുപോലെ തപസ്സികളുടെ തപസ് അവരെ കാലം കഴിഞ്ഞാൽ ആ തപസ് അവിടെ നിലനിൽക്കല്ലോ. പക്ഷെ കാശിക്ക് ഒരു പ്രത്യേകത, ചിലപ്പം ഒരുപാട് ആൾക്കാരുടെ തപസ്സികളുടെ സഞ്ചാരം കൊണ്ടോ അവരെ യാത്ര ഇപ്പോഴും നമ്മളെ ചുറ്റിലും ഒരുപാട് തപസ്സികൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നമുക്കൊരു ആനന്ദം ഉണ്ടാവുന്നത്. ആ ഒരു തപസ് നമ്മളെ നാടുകളിലും നമുക്ക് നാട്ടിലും ഇതുപോലെ സ്വന്തം വീട്ടിലിരുന്നാലും ഇതുപോലെ ഒരു ആനന്ദാവസ്ഥ, ഒരു സുഖം കിട്ടണ്ടായിരുന്നോ? ഇന്നിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ലോകം മുഴുവൻ ആൾക്കാർ അന്വേഷിക്കുന്നത്. ആ സുഖം നമുക്ക് കിട്ടിയിരുന്നത് നമ്മളെ മുത്തശ്ശന്മാരും നമ്മളെ അമ്മമാരൊക്കെ ചെയ്ത ഒരു തപസ്സുകൊണ്ടല്ലായിരുന്നോ? അങ്ങനെ ആ ഒരു കണ്ണി അല്ലെങ്കിൽ ആ ഒരു തപസ് നഷ്ടപ്പെട്ടു പോയതാണോ ഇന്നിപ്പോൾ ആൾക്കാർ അസ്വസ്ഥമുള്ള കാരണം? ഞാനൊരു ഗ്രാമത്തിൽ ഈ അടുത്ത് പോവുകയുണ്ടായി. അത് ബീഹാറിൽ ഒരു വളരെ ഉൾഗ്രാമത്തിലാണ്. ഉൾഗ്രാമത്തിന്റെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത് മണ്ഡന മിശ്രനെ ശങ്കരാചാര്യര് സംവാദത്തിൽ തോൽപ്പിച്ച സംവാദം നടന്ന സ്ഥലമാണ്. മഹിഷി എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. അപ്പൊ അത് ബീഹാറിലെ കോശി നദിയുടെ തീരത്താണ്. കോശി നദിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സമയവും വെള്ളപ്പൊക്കമുള്ള നദി. അതിന്റെ തീരത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, താമസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അത്. അപ്പൊ ഞാൻ അവിടെ ആ ഗ്രാമത്തിലെത്തുമ്പോൾ, ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിലെത്തുന്ന സമയത്ത് അവര് നമ്മളെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചു. എല്ലാ കാര്യങ്ങളും. ഇവിടെ ചപ്പൻ ഭോജ് എന്ന് പറയുന്ന ഒരു വലിയ സദ്യയുണ്ട്. അത് വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ളതാണ്. നമ്മൾ ക്ഷീണിച്ചു പോകും ഭക്ഷണം. ഒരുപാട് വള്ളസദ്യ പോലെ. അതെ 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 അതെ. അപ്പൊ അതൊക്കെ ഒരുക്കി അങ്ങനെ ഇതൊക്കെയാണ്. അപ്പോൾ അവര് എല്ലാവരും ഒന്നുകിൽ പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂൾ മാഷ്, കുറച്ച് അകലെയുള്ള സ്ഥലങ്ങളിലെ സ്കൂൾ മാഷ്, അങ്ങനെ ഇരുന്ന ആളുകൾ കുറച്ച് പേരൊക്കെയാണ് അവിടെ എന്തെങ്കിലും അങ്ങനെയുള്ള ആളുകളുള്ളത്. അപ്പൊ അവരിങ്ങനെ സംസാരിക്കുകയാണ്, സ്വാമിജി ഇവിടെ നമുക്ക് ഒന്നുമില്ല. അതായത് കൃഷിയില്ല, പശു അല്ലെങ്കിൽ ഗോശാലയില്ല, മറ്റുള്ള വ്യവസായ സ്ഥാപനങ്ങളോ വ്യാപാര സ്ഥാപനങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഒന്നുമില്ല സ്വാമിജി ഇവിടെ. ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും പറച്ചിൽ നേരെ തിരിച്ചാണല്ലോ. ഞങ്ങൾക്ക് അതുണ്ട്, ഇതുണ്ട്, മറ്റതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സന്തോഷം മാത്രല്ല, സമാധാനം മാത്രല്ല, കൊണ്ടുവന്നത്. ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ള ആകെ കാര്യം. പക്ഷെ ഇദ്ദേഹം നേരെ പറഞ്ഞത് തിരിച്ചാണ്. സ്വാമിജി ഇവിടെ ഒന്നുമില്ല, കൃഷി പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു പശു പോലും ഇല്ല. ഒന്നോ വീട്ടിൽ ചെറിയ പശുക്കളൊന്നുമല്ല, ഗോശാല അങ്ങനെയുള്ള രീതിയിലൊന്നുമില്ല, വ്യവസായം ഇല്ല, കടകളില്ല, ഒന്നുമില്ല. പക്ഷെ സന്തോഷം മാത്രമേ ഞങ്ങൾക്ക്. കാരണം അവർക്ക് ആ സന്തോഷം ഉണ്ടാകുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞ് നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന ആ ആചരണങ്ങൾ, സംസ്കാരം അവർ കൊണ്ടു നടന്നു. ഉത്തര ഭാരതത്തില് മുതിർന്നവരെ നമസ്കരിക്കാത്ത ഒരാളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെ, നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ഏത് വീട്ടിൽ പോയാലും എല്ലാവരും വന്ന് നമസ്കരിക്കും. മുതിർന്നവരെ നമസ്കരിക്കാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആചാര്യസ്ഥാനത്തെ നമസ്കരിക്കാത്ത ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവര് ആ ഒരു തരത്തില് ഇപ്പൊ നമുക്ക് ചിലപ്പോ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ വഴക്കുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അതിപ്പോ അതില്ലാത്ത സ്ഥലങ്ങളൊന്നുമല്ല. പക്ഷെ ആ വഴക്കിടുന്ന ചെറിയച്ഛന്റെയും അമ്മാവന്റെയും ഒക്കെ തന്നെ നമസ്കരിച്ചിട്ടാണ് അവർ വഴക്കിടുക. ഒന്ന് കാല് തൊട്ടിട്ടാണ് വേറൊരിടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ബഹളം മുഴുവൻ ഉണ്ടാക്കുക. അപ്പൊ അത് ആ ഒരു ഇതിലും നിൽക്കുന്നത് കൊണ്ട്
ഈ പറഞ്ഞ പോലെ അങ്ങ് നേരത്തെ പറഞ്ഞ നമ്മളിപ്പോ കേരളത്തിലെ ഒരു സാഹചര്യം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദാരിദ്ര്യമോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉള്ള ആളുകൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോഴും അതിൻ്റെ ഉള്ളിലും ഒരു സമാധാനം, ഒരു സന്തോഷം ആ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും അവർക്ക് കിട്ടും. അത് നമ്മുടെ അവിടെ നിന്ന് നമ്മുടെ കേരളത്തിലും എന്തുകൊണ്ട് കേരളം ഇങ്ങനെ നിലനിന്ന് പോയി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ കുറച്ച് പഴയ കാലത്ത് എല്ലാവരും വിപ്ലവകാരികളായ ഒരു കേരളം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വീട്ടിലുള്ള എല്ലാ ആചാരങ്ങളെയും ഒരു പുച്ഛമോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെയാണ്. അപ്പൊ നിലവിളക്കൊക്കെ കത്തിച്ചു വെക്കുമ്പോൾ ആ ഒരു പുച്ഛം കൊണ്ട് അതിന്റെ മുമ്പിൽ തന്നെ വന്നിട്ടാണ് ചെരുപ്പ് അഴിച്ചിടുക. അവിടെ നിലവിളക്ക് വയ്ക്കുമ്പോൾ ആ നിലവിളക്കിന്റെ അടുത്താണ് ചെരുപ്പ് ഊരിട്ടിട്ട് പോവുക. അപ്പൊ ആ ചെരുപ്പ് പതുക്കെ കുറച്ചങ്ങ് നീക്കി വെച്ച് ആ വിളക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന, നാമം ജപിച്ചിരുന്ന അമ്മമാരുടെ തപസ്സിന്റെ ബലത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. അതിലൊരു കഷ്ടം, ആ തപസ്സിന്റെ പലിശയൊക്കെ നമ്മൾ ഉപയോഗിച്ച് തീർന്ന് ആ ഡെപ്പോസിറ്റിന്ന് ഉപയോഗിച്ച് അത് ഏകദേശം സീറോ ബാലൻസ് എന്നുള്ള തലത്തിൽ മൈനസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിനെ നമുക്ക് പുനരുദ്ധരിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത തലമുറ അനുഭവിക്കുന്നില്ലേ? അതിന്റെ അടുത്ത തലമുറ അനുഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മള് മഹത്തായ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും ലളിതമായ കാര്യങ്ങൾ, അതായത് വീട്ടിൽ വിളക്ക് വെച്ച് നാമം ജപിക്കുക, അവനവന്റെ നാട്ടിലെ സംസ്കാരം എന്താണ്, രീതി എന്താണ്, അവനവന്റെ ഗൃഹത്തിലെ പഴയ കാലത്തുണ്ടായിരുന്ന ആചരണങ്ങൾ എന്താണ്, നമ്മുടെ ഒരു സംസ്കാര മര്യാദ എന്താണ്, അത് മാനസികമായിട്ട് നമുക്ക് വളരെ സ്വാസ്ഥ്യം തരും. ഇപ്പൊ പഴയ കാലത്ത് തമാശയാണ്, കറണ്ട് വരുമ്പോ പഴയ കാലത്തുണ്ടായിരുന്ന ഭൂതപ്രേതങ്ങൾ, യക്ഷികൾ ഒക്കെ എവിടെ പോയി? അത് എല്ലാരും നമ്മുടെ വീട്ടിലകത്തിരിക്കുന്നുണ്ട്. ഓരോരുത്തരെ കാണുമ്പോ തന്നെ നമുക്ക് അറിയാലോ യക്ഷിയാണ്, വിജാസാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അവരെയൊക്കെ നമ്മളെന്തൊക്കെയാണോ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്, നമ്മൾ നാമം ചൊല്ലുന്നത്, മുതിർന്നവരെ ആദരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കുളിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പടി ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, മറ്റുള്ള അസുഖങ്ങൾ, കിഡ്നി ഇല്ല, കരളില്ല, കുട്ടികൾക്ക് അസുഖങ്ങൾ, മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കയറി വന്നു തുടങ്ങി. അപ്പൊ ഇതിനെയൊക്കെ ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇറക്കി വിട്ടവരൊക്കെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കില്ല. സാജി പറഞ്ഞ പോലെ നേരത്തെ നമ്മളെ പൂർവികർ എന്തൊക്കെയാണോ ആചരിച്ചിരുന്നത് അത് അതിന്റെ പൊരുള് മനസ്സിലാക്കി അത് ആചരിച്ചു പോരാന്നുള്ളതല്ലേ. അതിൽ ഇവിടെ ഇപ്പോഴത്തെ കാലത്തൊരു വിഷയം വരുന്നത്, ഒന്നിപ്പോ ഒരാള് അവൻ ഇപ്പൊ കുറച്ച് സ്പിരിച്വലാണ്, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ കുറച്ച് സ്പിരിച്വലാണ്. നമ്മളെ തെറ്റിദ്ധാരണയാണ്. കാരണം ഈ നാമജപവും പഠനമൊക്കെയാണ് സ്പിരിച്വാലിറ്റി, മറ്റൊക്കെ ഭൗതികമാണ്. വിദേശിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഈ സ്പിരിച്വാലിറ്റിയും ഈ മെറ്റീരിയലും വേറെയാണെന്നുള്ളത് ഭാരതം പണ്ട് മുതലേ ഒന്നായിട്ട് കണ്ടാണ്. പക്ഷെ ഇപ്പം രണ്ടായി കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി സ്പിരിച്വൽ ആണ് ഇപ്പം എന്ന് പറയുമ്പോൾ ചോദിക്കും, നിങ്ങളിപ്പം വേദം പഠിക്കാൻ പോവുകയാണോ, അതല്ലെങ്കിൽ തന്ത്രം പഠിക്കാൻ പോവുകയാണോ, നിങ്ങളിപ്പോൾ ശ്രീവിധിയാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് പഠിക്കുകയാണ് എന്നൊക്കെ, അതൊക്കെയാണ് സ്പിരിച്വാലിറ്റി ആയിട്ട് കാണുന്നത്. അത് മാത്രമല്ല, ഈ സനാതന സംസ്കാരം ഒരു വെജിറ്റേറിയനിസം ആയിരുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്പിരിച്വലാണ്, ഞാനിപ്പോൾ മാംസ്യമൊന്നും കഴിക്കാറില്ല എന്ന് പറയുന്നൊരു ക്രമമുണ്ട്. എനിക്ക് തോന്നുന്നൊരു ചിലപ്പം ഭക്ഷണം ഓരോ ആൾക്കാരുടെ ക്രമം അനുസരിച്ചായിരിക്കാം, ഓരോ സാധന രീതിയൊക്കെ ആയിട്ട് പലതായിരിക്കാം. സനാതന സംസ്കാരം അങ്ങനെ ഒരു പൂർണ്ണമായും വെജിറ്റേറിയനിസത്തെയാണോ പ്രോത്സാഹിപ്പിച്ചിരുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സത്വം മാത്രമായിട്ട് ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല. അതിൽ രജസ്സും ഉണ്ട്, തമസ്സും ഉണ്ട്. ഇന്ന് നമുക്ക് നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട വ്യാവഹാരിക കർമ്മങ്ങൾ ബഹുഭൂരിപക്ഷവും രാജസികമാണ്. ഭരണം, സംരക്ഷണം, നീതിന്യായ വ്യവസ്ഥ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിന് മറ്റൊരു ഭാഗം വ്യാപാരം, മറ്റുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് തമസ് കൂടി ചേർന്ന രാജസികമാണ്. അപ്പൊ ഈ മൂന്ന് ഭാവങ്ങളും ഇല്ലാതെ സത്വം മാത്രമായിട്ട് ഒരു കാര്യം, രാമൻ മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തുള്ളത് കൊണ്ടാണ് സീതയെ വിവാഹം കഴിക്കുന്നത്, സീതയുമായിട്ട് ചേരുന്നത്. കാരണം ആ പ്രകൃതി മനസ്സ് ചേരണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ അതുപോലെ ശുദ്ധബോധത്തിന് അല്ലെങ്കിൽ സാത്വികതയ്ക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റും. അപ്പൊ അതില് രാജസവും തമസും ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് തരത്തിലുള്ള കർമ്മവും, രാജ്യത്തെ നിലനിർത്തുക, മുന്നോട്ട് കൊണ്ടുപോവുക, ശരീരത്തെ നിലനിർത്തുക, മുന്നോട്ട് കൊണ്ടുപോകുക, അതൊക്കെ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ദ്രവ്യങ്ങളും അതിനോട് ചേരേണ്ടി വരും. അതാത് ദേവതാ ഉപാസനകൾ അത് ദേവതാ ഉപാസനകൾ പല ക്രമത്തിലും. ഇപ്പൊ നമ്മുടെ ഭക്ഷണ രീതികളിലൊക്കെ അതുണ്ട്. ഓരോ കർമ്മങ്ങളിൽ വ്യാപരിക്കുന്ന ആളുകൾ പൂർവികമായിട്ട് തുടർന്നു വരുന്ന ഭക്ഷണക്രമം അതിനനുസരിച്ചിട്ടായിരിക്കും. ഭക്ഷണക്രമം, ദേവതാരാധന, കൊടുക്കുന്ന നിവേദ്യങ്ങൾ, അതായത് നമ്മുടെ ജീവിതം തന്നെയാണ് അത്. അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും വേറിട്ടതല്ല. ഇതൊന്നും വേറിട്ടതല്ല. ഇപ്പൊ ഒരു വൈദ്യനെ സംബന്ധിച്ചിടത്തോളം വൈദ്യമാണ് വൈദ്യന്റെ ദേവത.
അവന്റെ ഏറ്റവും വലിയ ജപം എന്ന് പറയുന്നത് അവന്റെ വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ്. പഴയ കാലത്തെ വൈദ്യന്മാര് ധന്വന്തരി ക്ഷേത്രത്തില് അഷ്ടാംഗ ഹൃദയം ജപിച്ചിട്ടാണ് സിദ്ധി വരുത്തിയിരുന്നത്. സിദ്ധി എന്ന് പറഞ്ഞാൽ അത്ഭുത ശക്തി എന്നല്ല, ആ ഉള്ളില് ആ സമയം വേണ്ടത് വേണ്ടപ്പോ തോന്നുക എന്ന് പറയുന്ന ആ ഒരു അനുഗ്രഹം. അതുപോലെ എന്താണോ അവനവന്റെ കർമ്മരംഗം അല്ലെങ്കിൽ അവൻ ധാർമ്മികമായി ഇടപെടുന്ന രംഗം, അത് യജ്ഞഭാവേന ചെയ്യലാണ് സ്പിരിച്വാലിറ്റി. അതിൽ വരുന്ന രോഗിയെ നന്നായി പഠിച്ച് കൃത്യമായിട്ടുള്ള മരുന്ന് കൊണ്ട് ഉപദേശിച്ച് സുഖപ്പെടുത്തുക എന്നുള്ളതാണ് വൈദ്യന്റെ സ്പിരിച്വാലിറ്റി. മരുന്ന് കമ്പനിയുടെ നിന്ന് കാശ് വാങ്ങിച്ച് അവൻ ആവശ്യമില്ലാത്ത മരുന്നുകൾ എഴുതി അവനെ അടുത്ത അസുഖത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വൈദ്യം സ്പിരിച്വൽ അല്ലാതാകുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. അപ്പൊ അതിന് നമുക്ക് ആ ദേവത, ഞാൻ വൈദ്യം ചെയ്യുകയാണെങ്കിൽ വൈദ്യത്തിന്റെ ദേവത എന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ് ആ ക്രമത്തിൽ ഗുരുശിഷ്യ പാരമ്പര്യത്തിലോ വീട്ടിലെ പാരമ്പര്യത്തിലോ ഏത് പാരമ്പര്യത്തിലാണെങ്കിലും അവിടെ ഉണ്ടാവും. അപ്പൊ അതിനെ പാലിച്ചു പോരുക എന്നുള്ളതാണ്. അതിന് സത്യത്തിൽ ഒരു ദേവത ഒരുപാട് സഹായിക്കുന്നുണ്ടോ? ഒരു ദേവതാ സങ്കല്പം എല്ലാറ്റിലും ദേവതയുണ്ട്. ഞാൻ ഒരിക്കലും കേട്ടത് കോട്ടക്കൽ ആരോഗ്യശാലയില് വലിയ വയറുള്ള സമയത്ത് കൊട്ടച്ചുക്കായി തൈലം മറ്റേ വലിയ ഇങ്ങനെ ഉണ്ടാക്കിച്ചപ്പോഴ് അതിനകത്ത് എങ്ങനെ അബദ്ധവശാല എലി എങ്ങാൻ വേണ്ടി ചത്തു. അപ്പം ബാക്കി എല്ലാവരും പറയണമെന്ന് വെച്ചാൽ ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കോട്ടക്കലിന്റെ ബ്രാൻഡിൽ വിൽക്കണം, അല്ലെങ്കിൽ വേറെ ആയിട്ട് കൊടുക്കാന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം, പക്ഷേ ദേവത കോപം ഉണ്ടാവും. ഒരു ദേവത ഇവിടെ ഉണ്ട്, നമ്മൾ അങ്ങനെ ചെയ്താൽ ദേവതയോട് കാണിക്കുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ട് അതിന്റെ മുകളിൽ എത്ര ലക്ഷം റുപ്യ നഷ്ടം വന്നാൽ നടക്കില്ല, അത് മറിച്ച് കളയാന്നുള്ള ആ ഒരു ധർമ്മബോധം ബിസിനസിന്റെ മുകളിൽ വന്നത് ഈ ദേവത എന്നുള്ളതുകൊണ്ടായിരിക്കും. അല്ല, അതായത് അവിടെ വൈദ്യത്തിന്റെ ദേവതയാണ്. നിങ്ങൾക്ക് അതിനെ ധന്വന്തരി എന്ന് വിളിക്കാം, വൈദ്യനാഥൻ എന്ന് വിളിക്കാം, ഏത് പേരിലും വിളിക്കാം. പക്ഷെ ആ ദേവത ആ വൈദ്യത്തിന്റെ ദേവതയാണ്. നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന രോഗിയെ രോഗം കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പറ്റണം, ആ മരുന്ന് കൃത്യമായിട്ട് തോന്നാൻ പറ്റണം, ആ മരുന്ന് കൃത്യമായി എന്നെ ആശ്രയിക്കുന്ന രോഗിയിൽ ഫലിക്കണം. ഇത് ദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഇതുള്ളൂ. കാരണം ഒരേ പനിക്ക് ഒരേ ഡോക്ടർ ഒരേ മരുന്ന് എഴുതിയാൽ 10 പേരുടെ അസുഖം മാറും, 10 പേര് മരിച്ചു പോകും. വെറുതെ പനി വന്നിട്ട് മരിച്ചു പോകുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതവിടെ ഫലിക്കണമെങ്കിൽ ആ അതിന്റെ ദേവതയുടെ അനുഗ്രഹം, അതായത് അതിനെ പ്രവർത്തിപ്പിക്കുന്ന പ്രകൃതിയിലെ ശക്തി, ആ ശക്തിയുടെ അനുഗ്രഹം. അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത് കള്ളന്മാർക്ക് പോലും ദേവത ഉണ്ട്. തിരുടർ ശാസ്ത്രം, തിരുടന്മാർക്ക് പോലും അതിനകത്തൊരു ധർമ്മമുണ്ട്. അപ്പം അതിനെ പോലും ഒരു കലയായിട്ടോ അല്ലെങ്കിൽ ധർമ്മമായിട്ടോ ധർമ്മദേവതയായിട്ടോ ഇപ്പൊ നമ്മളിവിടെ വളരെ പുച്ഛത്തോടു കൂടി ചിലപ്പോ സ്ത്രീകളെ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന ഒരു വാക്കാണ് വേശ്യ എന്ന് പറയുന്നത്. ഭാരതത്തിന്റെ ധർമ്മശാസ്ത്രത്തില് ഗുരുപത്നിയുടെ ഒപ്പമാണ് രാജസദസ്സിൽ വേശ്യയുടെ സ്ഥാനം. അതെ, അല്ല അത് മാത്രമല്ല, കാമശാസ്ത്രം നമ്മളൊരു ശാസ്ത്രമായിട്ട് ഋഷി എഴുതിയതാണ്. പ്രകൃതിയിലുള്ള എല്ലാം നമ്മള്, അതായത് ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം 3 തരത്തിൽ അതിനെ മനസ്സിലാക്കുമ്പോഴും എല്ലാം ഒന്നായിട്ടാണ്. ഒന്നും മാറി നിന്നിട്ടല്ല. അപ്പൊ ആ കർമ്മരംഗത്ത് എന്ത് ഭക്ഷണം വേണം? ഇപ്പൊ പച്ചക്കറി എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് പ്രൈമറി ഫുഡ് സോഴ്സ് ആണ്. അതേസമയം ഈ പച്ചക്കറി പാകം ചെയ്തു 3 മണിക്കൂർ കഴിഞ്ഞു, അല്ലെങ്കിൽ വീണ്ടും ചൂടാക്കി, അത് പിന്നെ അമേധ്യാണ്. പച്ചക്കറി ആയിക്കോട്ടെ, അത് ഏതാണെങ്കിലും പുനർതപ്തം, ഗതയാമം, ഇത് രണ്ടും അതിനെ അധമമായ ഭക്ഷണമാക്കി മാറ്റി. അപ്പൊ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി വീണ്ടും ചൂടാക്കി സാത്വികനായിട്ട് പറയുന്നതില് ഒരർത്ഥമില്ല. അങ്ങനെ സാത്വികനാവാൻ പറ്റൂല. പക്ഷെ ഓരോ മേഖലയിലും കർമ്മത്തിനും ഇതിനനുസരിച്ചിട്ടുള്ള ദേവതകള്, അതുമായി ബന്ധപ്പെട്ടുള്ള ദേവതകളെ അത് ശരിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് തന്നിട്ടുണ്ട്. ആ ദേവതകൾക്ക് അനുഷ്ഠാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അനുഷ്ഠാനങ്ങളിൽ ദ്രവ്യമുണ്ട്. അത് നമ്മുടെ കർമ്മത്തിനുമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിലെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് മുഴുവൻ മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ പൂർവികമായി തുറന്നു വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി നമ്മൾ വേറെ ഏത് വഴിക്ക് പോയാലും വരുന്ന പല വേര് മുഴുവൻ മുറിച്ചു കളഞ്ഞ് നമ്മൾ വേറൊരു സാധനത്തിനകത്തേക്ക് വേറൊരു മണ്ണിൽ പോയി ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതിനെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ താൽക്കാലികമായി ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു സുഖം തോന്നിയേക്കാം. പക്ഷെ ആ ഒരു അവസ്ഥ മാറിക്കഴിയുന്നതോട് കൂടിയിട്ട് ഈ വേരില്ലാത്തൊരു വൃക്ഷത്തിന് എന്താ സംഭവിക്കുക? അത് ഉണങ്ങിപ്പോവും എന്ന് പറയുന്നത്. വേരുണ്ടെങ്കിൽ, വേര് ശക്തമാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ആകാശത്തേക്കും വളരാം. ഒരു അടിസ്ഥാനപരമായ സ്വധർമാനുഷ്ഠാനം നമുക്ക് ചുരുക്കി പറയാം. സ്വധർമാനുഷ്ഠാനം കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്
ആദ്യം ചെയ്യേണ്ടത്. ഏറ്റവും അതിന്റെ കൂടെ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും പരീക്ഷിക്കോ, ചെയ്യാം, എന്ത് പഠിക്കേ ഒക്കെ ചെയ്യാം. അതിലെന്തെങ്കിലും നമ്മൾ ശരിയായില്ല തിരിച്ചു വരാം. ഈ സാധനം ഇവിടെ ഉണ്ട്, ഈ സാധനം ഇവിടെ ഉണ്ട്, പക്ഷേ ബലം ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടിയില്ല, മക്കൾക്കിലേക്ക് അല്ലെങ്കിൽ പരമ്പരയിലേക്ക് ശിഷ്യരിലേക്ക് ആ ബലം ചെല്ലും. അതെ, 1-2 ആൾക്കാർ പോയാലും കുലം നിലനിൽക്കും. അതെ 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 അതെ. അപ്പൊ ഇടക്കാലം എനിക്ക് തോന്നുന്നു ഈ നമ്മളെ നശിപ്പിച്ചത് അല്ലെങ്കിൽ സംസ്കാരത്തെ നശിപ്പിക്കുന്നത് വൈദേശിക ശക്തികളോ പുറത്തുള്ള ശക്തികളോ അല്ല, നമ്മൾ തന്നെ സ്വധർമാനുഷ്ഠാനം പാലിക്കാത്തതുകൊണ്ടും തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അല്ല, അത് നമ്മുടെ ഒരു സുഹൃത്ത്, അപ്പൊ അദ്ദേഹത്തിന് വേറെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് വീട്ടിൽ ചെന്ന സമയത്ത് അമ്മേടെ അടുത്ത് പറഞ്ഞു, വേറെ കൂട്ടുകാർ പറഞ്ഞു, ഇവരൊക്കെയാണ് കൂട്ടുകാർ, ഇവരൊക്കെയാണ് ഇയാളെ ചീത്തയാക്കണേ എന്ന് പറഞ്ഞു. എന്റെ മോനെ എനിക്ക് അറിയാം, അവനായിട്ട് ചീത്തയാവാൻ പറ്റില്ല എന്ന്. അതുപോലെ ഒരാൾക്കും പുറത്തു നിന്ന് നമ്മളെ നന്നാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല, അവനവന് തന്നെ പറ്റും. ഇപ്പൊ നമുക്ക് അതിനകത്ത് ചോയ്സ് ഇല്ല എന്നൊക്കെ തോന്നുന്നു, നമ്മള് ചിന്തിക്കാതെ അതിൽ പോയി പെടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ നമ്മളിപ്പോ ഈ സംസാരിച്ച രീതിയിൽ ഒരു ചിന്ത നടക്കുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, അതില് എല്ലാം മോഹമാണ്. നമ്മളിപ്പോ ആളുകള് മോഹം കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളിലേക്കും വരുന്നത്. അപ്പൊ മോഹം കൊണ്ട് വരുമ്പോ നമുക്ക് വഴിതെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ജിജ്ഞാസ കൊണ്ട് വരുമ്പോ, നിഷ്ഠ കൊണ്ട് വരുമ്പോ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൂടുതൽ തെളിച്ചം വരും. അപ്പൊ നിഷ്ഠ കൊണ്ടാണ്, ജിജ്ഞാസ കൊണ്ടാണ് വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റാത്തൊരു സാധനത്തിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ശരി എന്ന് പറയുന്നത്. ഞാൻ സ്വാമിജിക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരു ഒരു ആർജവും അല്ലെങ്കിൽ ഇതിൽ പെട്ടുപോയാൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ പറയും ഈ കളിക്കാരന് കളീന്റെ പോക്കം കൊണ്ടാന്ന് മനസ്സിലാവില്ല, ഗാലറിയിൽ ഇരിക്കുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവുന്ന. അപ്പൊ എനിക്ക് തോന്നിയത് ഇന്നിപ്പോ ഇതാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പ്രാപ്തനാക്കിയത് ആ ചിന്തകളൊക്കെ എവിടുന്നാണ്, അല്ലെങ്കിൽ നമ്മൾ സ്വാമിജിന്റെ ഒരു വഴി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. കുട്ടിക്കാലം മുതൽക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. ഞാൻ കേട്ടിടത്തോളം സ്വാമിജി നേരത്തെ പൂർവാശ്രമത്തിൽ നന്നായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഒക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതിനുശേഷം പല തരത്തിൽ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ വന്നതും ഇടക്കാലത്താണ് ഞാൻ കാണുന്നതും. ഐവർമഠം വിഷയം ഉണ്ടായപ്പോഴാണ് നമ്മളൊക്കെ ആ കാലഘട്ടത്തിൽ ഒരുമിക്കുന്നത്. ആ സമയത്തും ആ കാഴ്ചപ്പാടും ചിന്തകളും ഒരുപക്ഷെ എല്ലാവരും ഉപേക്ഷിച്ച സമയത്ത് അങ്ങനെ ഉപേക്ഷിക്കേണ്ടതല്ല, ഇത് നമ്മളതാണ് എന്ന് പറഞ്ഞ് ഐവർമഠത്തെ തിരിച്ചു പിടിച്ചതിലൂടെ സനാതന സംസ്കാരത്തിന്റെ വലിയൊരു തിരിച്ചുപിടിപ്പിനെയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇത് പറ്റും എന്നുള്ള തോന്നല്. നിസ്സഹായനാണ് എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോയടത്തുനിന്ന് പലരും ഒരു ഉദാഹരണമായിട്ട് എടുത്തോക്കതായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ മാറി നിന്ന് ശ്രദ്ധിച്ചിരുന്ന അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ചിന്തയായിരുന്നു. 2000 ഹരിദ്വാർ കുംഭമേളയ്ക്ക് ശേഷമാണ് അന്ന് ലാസ്റ്റ് കാണുന്നത്. പിന്നെ കുറച്ച് കാലത്തേക്ക് അറിയില്ലായിരുന്നു എവിടെയാണ്, ഒന്നും ബന്ധമില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാലത്തിന് ശേഷം ജൂനാഗഡിൽ നിന്ന് സന്യാസിയായതും കഴിഞ്ഞ കുംഭമേളയിൽ മഹാമണ്ഡലേശ്വരായതൊക്കെ നമ്മളെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു വലിയ വളർച്ചയാണ്. അത് മാത്രമല്ല, വെറുതെ വളർന്നതല്ല, അതിനെ ആഴത്തിൽ അതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ആധ്യാത്മിക ഗുരുവിനെയോ കണ്ടുപിടിച്ച് അവിടെ ഒരു സന്യാസിയൊക്കെ മാറുന്നതിന് ആ രീതി ഒരു പൂർവാചാരപരത ഉപേക്ഷിച്ച് അതിന് ഭാരതത്തിന്റെ അടിസ്ഥാന സന്യാസി പരമ്പരകൾ അന്വേഷിച്ച് പോയി അഖാഡകൾ കണ്ടെത്തി ആ അഖാഡയ്ക്കൊപ്പം ചേർന്ന് കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ മുഴുവൻ ആധ്യാത്മിക നഭസിലേക്ക് അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് വന്നത്. മറ്റേ കേരളത്തിലെ മാത്രം ഒരു ആധ്യാത്മിക മണ്ഡലത്തിൽ അത് തളച്ചു പോയിരുന്നു. അതിലുപരിയായിട്ട് ഭാരതത്തിന്റെ മുഴുവൻ ഒരു ജൂനാഗാഡ എന്ന് പറയുന്ന ഏറ്റവും വലിയ അഖാഡയുടെ മഹാമണ്ഡലേശ്വരന്മാരിൽ ഒരാളായി തീരുക എന്നുള്ളത് ഞങ്ങളെ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു സൗഭാഗ്യമാണ്. അതിലൂടെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ജൂനാഗാഡ മുഴുവൻ കേരളത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വന്നേ പറ്റൂ. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ. ആ ഒരു വളർച്ച ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പം കണ്ണിന്റെ മുന്നിൽ വളർന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും പിന്നെ ശക്തമായി തിരിച്ചു വരികയും ചെയ്ത ഒരു കാലം. അതെങ്ങനെയായിരുന്നു ആ യാത്രേന്റെ ഒരു ഞാൻ പൊതുവിൽ എന്തൊക്കെയോ കാരണം കൊണ്ട് വളരെ മുമ്പേ തൊട്ടേ തന്നെ നമുക്കൊരു തുറസ്സുണ്ട്. അതാ ജേർണലിസം തന്ന തുറസാണോ, ജേർണലിസം പഠനം തന്നാണോ, ആ തുറസ് ജേർണലിസ്റ്റിലേക്ക് കൊണ്ടുവന്നാണോ? അല്ല, ആ തുറസിലൂടെ അതാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള യാത്രകളും, തുറന്ന യാത്രകളായിരുന്നു എല്ലാം എന്ന് പറയും. ഇപ്പോ നമ്മള് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാകുന്നതിൽ മുഖ്യധാരയിലുള്ള CPM-മായി ചേർന്നുകൊണ്ടുള്ള SFIയുടെ നേതൃത്വത്തിൽ ഭാരവാഹിത്വത്തിലൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളാരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് മാനേജറായിരുന്നു.
അപ്പൊ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു മുന്നോട്ട് പോക്കിനെ കുറിച്ചിട്ടുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തിയ ഒരു നാടകമായിരുന്നു സിവിക് ചന്ദ്രൻ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിട്ട് ഒരു തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് ആയവര് എങ്ങനെയാണ് ഒരു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ നിന്നുകൊണ്ട് തന്നെ ഒരു വിമർശനം. അപ്പൊ അതിനെ ഇന്നത്തെ CPM പല സ്റ്റേജുകളിലും കായികമായി തന്നെ നേരിടുന്ന സ്ഥിതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ SFIയുടെ ഒക്കെ ഭാഗമാകുന്നത്. അപ്പൊ ആ SFIയുടെ ഭാഗമാകുമ്പോഴും അന്ന് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വിമർശനങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളാരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം മുന്നോട്ട് വെച്ചിട്ടുള്ള വിമർശനങ്ങളെ അത് പൂർണ്ണമായിട്ടും അബദ്ധമായിരുന്നു എന്നോ തെറ്റായിരുന്നു എന്നോ എന്നുള്ളത് കൊണ്ടല്ല, സാമൂഹികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംഘടനാ രൂപത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ക്യാമ്പസിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ അപ്പൊ പോലും ഇത്തരത്തിലുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് വളരെ തുറന്ന് ചർച്ച ചെയ്യുകയും ആ സംഘടന ആയതുകൊണ്ട് സംഘടന ചെയ്തതൊക്കെ ശരി എന്നുള്ളതല്ല, വളരെ ശക്തമായിട്ട് തന്നെയുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സംഘടനയ്ക്കകത്തും പല സമയത്തും പുറത്തുമൊക്കെ ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് അത് മുന്നോട്ട് പോയത്. പിന്നീട് അപ്പോഴും ആ ഒരു ഇടതുപക്ഷ മനസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതി അത് കൂടെ ഉണ്ടായിരുന്നു. അത് പത്രപ്രവർത്തനത്തിന്റെ കാലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് പലപ്പോഴും സമയം കൊണ്ട് ആധ്യാത്മിക പരിപാടികൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അപ്പൊ അത് അറിയാത്തൊരു കാര്യം നമ്മൾ എന്തെങ്കിലും വിഡ്ഢിത്തരം എഴുതി വെച്ച് എന്നൊരു സ്ഥിതി വരരുത് എന്നുള്ളത് കൊണ്ട് സമയം കണ്ടെത്തിയ സാധാരണഗതിയിൽ ഈ ആധ്യാത്മിക പരിപാടികളൊക്കെ എന്ന് പറയുന്നത് അമ്പലോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനയോ ഒരു പത്രക്കുറിപ്പ് തരും. ആ പത്രക്കുറിപ്പിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാവരും നന്നായിട്ടിരിക്കണം, എല്ലാവരും ഭംഗിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു, സ്വാമിജി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പ് തരും. അതൊന്ന് വെട്ടി ഒന്ന് ഭംഗിയാക്കി പത്രഭാഷയിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക എന്നുള്ളതേ പൊതുവിൽ എല്ലാവരും ചെയ്യാറുള്ളൂ. അപ്പൊ പക്ഷെ നമ്മൾ അത് അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അറിയാത്തൊരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഇതിലേക്ക് വരരുത് എന്നുള്ളതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ പങ്കെടുത്തു. ഈ പങ്കെടുക്കുന്ന ഒരു സമയത്ത് ഈ അങ്ങനെ ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന പത്രക്കുറിപ്പിനേക്കാളും ഒക്കെ ഒരു ആഴത്തിൽ അവിടെ പല ആചാര്യന്മാരും വിഷയങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് കണ്ടു. നമ്മൾ അതിനനുസരിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ നമുക്ക് പിന്നെ ഞാൻ യാത്ര ധാരാളം ചെയ്യുന്ന ആളാണ്. അപ്പൊ പലപ്പോഴും ഉത്തരഭാരതത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അന്നത്തെ സാമ്പത്തിക പരിമിതികളും ഒക്കെ കൊണ്ടും ഇന്നത്തെ പോലെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും അന്ന് ഇല്ല എന്നുള്ളത് കൊണ്ടും ആശ്രമങ്ങളാണ് നമുക്ക് താമസത്തിനും ഭക്ഷണത്തിനും ആശ്രയിക്കാവുന്നത്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രഡീഷണലി പരമ്പരാഗതമായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആധ്യാത്മിക കേന്ദ്രങ്ങളും വളരെ തുറസ്സുള്ള കേന്ദ്രങ്ങളുമാണ്. അവിടെ വരുന്ന ഒരാള് വിശ്വാസിയല്ല എന്ന് പറഞ്ഞിട്ടാണോ എന്ന് കഴിഞ്ഞാലും ഓ വരൂ, ഇരിക്കൂ, ഭക്ഷണം കഴിക്കൂ, ചായ കുടിക്കൂ, അങ്ങനെ വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ആ ആചാര്യന്മാരുടെ കൂടെ താമസിക്കുകയും അവിടെയുള്ള സത്സംഗങ്ങളിലും ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി പ്രായമായിട്ടുള്ളവരാണെങ്കിൽ ഞാനും കൂടി വരട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അവർ യാത്ര ചെയ്യുമ്പോഴൊക്കെ സംസാരിക്കുന്നതാണ്. ആ തുറസുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുവരെ നമ്മൾ ഈ ധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് നമ്മൾ ഉപരിപ്ലവമായിട്ടുള്ള ചില കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ആഴങ്ങളിൽ അതിന് വലിയ ആഴവും പരപ്പും ഉണ്ട്. അത് തിരിച്ചറിഞ്ഞപ്പോൾ നമുക്കിപ്പോ നമ്മൾ ഇതുവരെ ചെയ്തത് ശരിയായിരുന്നില്ല, അതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ടുള്ളൊരു ശരി അപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് സഞ്ചരിക്കാൻ ഒരു മടിയോ അല്ലെങ്കിൽ അതോടുകൂടി ഞാൻ ഇന്നലെ പറഞ്ഞത് മുഴുവൻ മോശമായല്ലോ, ഇന്നലെ പറഞ്ഞ ആളുകൾ നമ്മളെ കുറിച്ച് എന്ത് കരുതും എന്നുള്ള ചിന്ത. ആ സമയത്ത് ആ സംഘടന എതിർപ്പുകൾ ഉണ്ടായിരുന്നോ? സംഘടന എന്നുള്ള രീതിയിലല്ല, കാരണം CPM വിടുന്ന സമയത്ത് അതിന്റെ ഒരു വിടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എതിർപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല. ഞാനത് SFIയുടെ ഔദ്യോഗിക ഭാരവാഹത്തിലിരുന്ന ഒരു സമ്മേളനത്തിന്റെ സമയത്ത് നമ്മളത് സമ്മേളനത്തിൽ തന്നെ ഔപചാരികമായിട്ട് അതിൽ നിന്ന് അവസാനിപ്പിച്ചു പോരുന്നു. അതിനെ തുടർന്ന് തൊട്ടടുത്തതിൽ പാർട്ടി മെമ്പർഷിപ്പ് എന്നുള്ളതും അത് പുതുക്കാതിരിക്കുന്നു, അങ്ങനെയുള്ളൊരു സംഗതിയാണ് ഉണ്ടായത്. അതിനങ്ങനെ എതിർപ്പുകളൊന്നുമില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ അപ്പോഴും ഒരു ഇടതുപക്ഷ മനസ്സ്, അപ്പൊ അതില് ഈ CPM-നോടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പിന്നീട് ഇടതുപക്ഷത്തിനോടുള്ള വിമർശനങ്ങൾ, ആധ്യാത്മികമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുമ്പോഴൊക്കെ അന്ന് ഒപ്പമുണ്ടായിരുന്ന ആൾക്കാർ അതായത് അന്നത്തെ ഇടതുപക്ഷ മനസ്സിലുണ്ടായിരുന്ന ആളുകൾ പലരും പല പ്രതികരണം കൊണ്ട് പല രീതിയിൽ അതൊക്കെ ഉള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു വിമർശനങ്ങൾ എന്നുള്ള രീതിയിൽ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായി. ആ സമയത്താണ് ഐവർമഠം വിഷയമൊക്കെ ഉണ്ടാവുന്നത്. ഐവർമഠം വിഷയം ഒരു പൂർണ്ണമായിട്ടും നമ്മൾ അങ്ങനത്തെ ഒരു ആധ്യാത്മിക അല്ലെങ്കിൽ ഭാരതീയമായിട്ടുള്ള ധർമ്മത്തിന്റെ കൂടെ നടക്കുന്ന സമയത്താണ്. അപ്പൊ നമ്മൾ ഈ യാത്രകളിൽ പലപ്പോഴും ഐവർമഠത്തിലെ കാശിയിലും ഹരിദ്വാറിലും ഒക്കെ ഞങ്ങൾ നിരന്തരം കാണുന്ന ആളുകളാണ്. പലപ്പോഴും നർമ്മദാ തീരത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇദ്ദേഹം ആ വഴി കൂടെ വരുന്നതൊക്കെ. അപ്പൊ അങ്ങനെ പരിചയമുള്ള നാട്ടുകാർ ഒരേ
ആ പലപ്പോഴും യാത്രകളിൽ സംസാരിക്കുമ്പോൾ പല യാത്രകൾക്കും ഇതുപോലെ അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ശ്മശാനത്തിനുമായിട്ട് ബന്ധപ്പെട്ട പല തിരക്കുകളും പറയും. ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് വിളിച്ചു, അത് നമുക്കിനി ഒരുപാട് യാത്രയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോ ഇനി എവിടേക്കാണെങ്കിലും വരാം. അപ്പൊ നമ്മൾ വിചാരിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല, അപ്പൊ അവരെയൊക്കെ ഏൽപ്പിക്കാനാണോ? അതല്ല, പഞ്ചായത്ത് ഇത് പൂട്ടാൻ തീരുമാനിച്ചു. അതെന്താ കാര്യം? അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ വരികയും അതിന്റെ കാര്യങ്ങൾ, അന്ന് പഞ്ചായത്തിന്റെ 2 തീരുമാനം. ഒന്ന്, പഞ്ചായത്തിലെ ആളുകൾക്ക് മാത്രം മതി. ഇപ്പൊ ശ്മശാന ഹോസ്പിറ്റലൊക്കെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. രണ്ടാമത്, ഏത് മതാചാര പ്രകാരവും അവിടെ സംസ്കരിക്കാം. പഞ്ചായത്തിന്റെ പൊതു ശ്മശാനാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതിന്റെ ഒരു പ്രശ്നം, അവിടെ വേറെ രീതിയിലുള്ള മതപരമായിട്ടുള്ള 2 സംസ്കാരം നടന്ന പിന്നെ അതിനൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അതെ, കാരണം ഒരു ഹിന്ദു ധർമ്മത്തിനുള്ള പോലെ തുറസ് വേറെ എവിടെയും ഇല്ല. ഒരു ഹിന്ദു ശ്മശാനത്തിൽ മറ്റൊരു മതാചാര പ്രകാരമുള്ളത് നടന്നു എന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ മറ്റൊരു ശ്മശാനത്തിൽ ഹിന്ദു മതാചാര പ്രകാരമുള്ള ഒരു കട നടക്കുന്നതിന് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം, സംഗതികളൊക്കെ വരുമ്പോൾ ഇതൊരു ഹൈന്ദവ ധാർമ്മിക കേന്ദ്രമായതിൽ അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഉണ്ടായിരുന്ന വിയോജിപ്പുകളും അതിന്റെ പ്രശ്നങ്ങളുമാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലായി. പിന്നെ അന്ന് പി പരമേശ്വർജിയെ പോലുള്ള ആളുകളൊക്കെ ഉള്ള കാലാണ്. അദ്ദേഹത്തിന്റെ കുമ്മനം രാജശേഖരൻജിയുടെ അവരുടെയൊക്കെ ഒരു ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ടും നിയമപരമായിട്ടുള്ള വഴിക്കും മറ്റുള്ള സാമുദായിക സംഘടനകൾ, സാമാജികമായിട്ടുള്ള ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, ഇവരെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു പൊതുജന മുന്നേറ്റം എന്നുള്ള രീതിയിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും നടത്തി ആണ് നമ്മൾ അതിനെ ഹൈക്കോടതിയുടെ ഭരണഘടനാ നിയമ പഠനം അതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ? ഒരു നല്ല രീതിയിൽ. കാരണം എങ്ങനെയാണ് ഒരു കേസ്, കാരണം ഇപ്പോ അതില് പഞ്ചായത്തിന്റെ വാദം മലിനീകരണമായിരുന്നു. മലിനീകരണം ഒരു യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ ഇന്ന് സംസാരിക്കാൻ പറ്റില്ല. മണികർണികയും ഇപ്പുറത്ത് ഹരിശ്ചന്ദ്രഘട്ടുമാണ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് 24/7 കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും 100 ജത അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാശിയിൽ നമുക്ക് ഇതുപോലെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കാശിയിലെ ആളുകൾ ആരും ഉണ്ടാവില്ല, എല്ലാവരും മഹാരോഗങ്ങൾ വന്ന് മരിച്ചു പോകും. കാശിയിലെ ഓരോ തവണയും ജനസംഖ്യ കൂടുതലല്ലാതെ കുറയുന്നില്ല. അപ്പോ അത് അബദ്ധമാണ്. പക്ഷെ ആ അബദ്ധമാണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു ഇതനുസരിച്ചിട്ട് അത് താഴെ തൊട്ടില് തെളിവെടുത്ത് പൂർത്തീകരിച്ച് വരണം. അതിന് ചിലപ്പോൾ വലിയ വർഷങ്ങൾ നീണ്ട ഒരു പ്രോസസ്സർ. അപ്പൊ അതിനെ നമ്മൾ നമ്മുടെ ഈ നിയമരംഗത്തുള്ള പരിചയവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഒരു ഭരണഘടനാപരമായ വിഷയമാക്കി. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടുള്ള എൻ്റെ മതപരമായിട്ടുള്ള അവകാശം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള സെക്യുലർ ബോഡി ആയിട്ടുള്ള പഞ്ചായത്തിന്റെ അധികാരം, ഇത് രണ്ടും തമ്മിലൊരു സംഘർഷം വരുമ്പോൾ ഒരു മതപരമായുള്ള കേന്ദ്രത്തിൽ സംസ്കാരക്രിയ നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഏത് റൈറ്റ് ശക്തി കിട്ടും എന്നുള്ളതാണ്. ഒരു പഞ്ചായത്തിൽ ചെന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മതത്തിന്റെ പൂജ ചെയ്യാൻ പഞ്ചായത്ത് ഓഫീസിൽ പറ്റില്ല എന്ന് പറയുന്നത് പോലെ പഞ്ചായത്തിന്റെ മതേതരത്വം നടപ്പാക്കാനുള്ള ഒരു സ്ഥലമല്ല ഒരു ഹിന്ദു ശ്മശാനം, ഈ ഹൈന്ദവമായ സംസ്കാരക്രിയകൾ നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ളൊരു വാദമാണ് നമ്മൾ അതിൽ മുന്നോട്ട് വെച്ചത്. അത് ഭരണഘടനാ ബെഞ്ച് നമ്മുടെ വാദത്തെ അംഗീകരിച്ചു. അതൊരു ഹിന്ദു ശ്മശാനമായിട്ട് പ്രഖ്യാപിക്കുക. അന്ന് ബോഡികൾ പോലും വഴിയിൽ തടഞ്ഞു വെച്ച് തിരിച്ചുവിട്ട് അതിനെ വളരെയേറെ അപമാനിക്കുന്ന സ്ഥിതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും അതിന്റെ പിന്നില് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അതിന്റെ പിന്നിൽ അവിടുത്തെ മുസ്ലിം തീവ്രവാദികളുമാണ് ഉണ്ടായിരുന്നത്. അവർ മണൽ മാഫിയൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട ആളുകളായിരുന്നു. അവരുടെ എല്ലാ തരത്തിലുള്ള അവരുടെ ഈ മണൽവാരലിനൊക്കെ നിന്നിരുന്ന ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരാണ് ഈ മൃതദേഹങ്ങൾ തടയാനും അപമാനിക്കാനും ഒക്കെ നിന്നിരുന്നതൊക്കെ. അതിനെയൊക്കെ ഓരോ വിഷയത്തെയും യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടാകാതെ നിയമപരമായിട്ടും എന്നാൽ എല്ലാ മനുഷ്യരെയും ഒത്തുചേർത്തുകൊണ്ടുള്ള പ്രസ്ഥാനങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നത്. കാരണം അപ്പൊ അതിലെല്ലാ കാര്യവും നമ്മൾ അതിന്റെ ഭാഗമായിട്ട്, നിയമം ഒരു ഭാഗത്ത്, സാമാജികമായ പ്രക്ഷോഭമുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിൽ അറിവ്, ഇത് അവിടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും അവർ പാരമ്പര്യമായിട്ട് ഇത് ചെയ്തു വരികയാണെങ്കിലും അത് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും പുറത്തുള്ള ആളുകൾക്കും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഒരു പ്രസക്തമായി വന്നു. അപ്പൊ അന്നാണ് ആ സമയത്ത് അങ്ങ് കേരളം മുഴുവൻ ഓടി നടന്നുകൊണ്ട് നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും സംസ്കാരങ്ങളെ കുറിച്ചും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ഒരു ക്ലാസ് നടത്തുന്നതും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവിടെ കാലഭൈരവനെ ദേവതാ പ്രതിഷ്ഠയൊക്കെ നടന്നു. അതെ അതെ അതെ. പക്ഷെ ശക്തമായ രീതിയിൽ അല്ല, അവിടെ പണ്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിൽ നമുക്ക് വലിയ രൂപങ്ങളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല.
വലിയൊരു പാലയുടെ ചോട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ കല്ല്, അതിന് മുമ്പിലാണ് വിളക്ക് വെക്കാറ്. പക്ഷെ ഇതൊരു കേസിന്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു തെളിവെടുപ്പിന്റെ കാര്യത്തിലൊക്കെ അതിനെ അത്തരം സമൂഹത്തിനു കൂടി ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ വേണം. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഒരു തറയൊക്കെ കെട്ടി നമ്മളത് ആളുകൾ കണ്ടാൽ അറിയാം എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി. അതിനുശേഷം വന്ന നമ്മളെ ആ നിയമം അനുസരിച്ച് നമ്മളെ ഹിന്ദു ശ്മശാനെ പ്രഖ്യാപിക്കലും ശേഷം നടന്ന തെയ്യൊക്കെ കേരളം മുഴുവൻ ഏറ്റെടുത്ത് നോക്കി തോന്നി. ആദ്യത്തെ തെയ്യത്തിന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കോരപ്പുഴയുടെ തെക്ക് ഭാഗത്ത് അനുഷ്ഠാനങ്ങളോടുകൂടി തെയ്യം നടക്കുന്നത്, ശ്മശാനത്തിൽ ശ്മശാനകാളികളെ തെയ്യം നടക്കുന്നത് ഒക്കെ ആദ്യമായിട്ടാണ്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. എനിക്കൊന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ആ ശ്മശാനത്തിൽ കാലുകുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ. അല്ല, ആദ്യത്തെ തെയ്യം നടക്കുമ്പോ അവിടെ അന്ന് ഇത്തിരി കൂടി വലിയ കളിയാട്ടായിട്ടായിരുന്നു ആദ്യത്തെ തവണ തെയ്യം നടന്നത്. അന്ന് നമ്മുടെ തീച്ചാമുണ്ടി തെയ്യത്തിന് അതിനു വേണ്ടിയിട്ടുള്ള മരം പുഴയുടെ ഇങ്ങേക്കരയിൽ ഇറക്കി അതിന്റെ നടുഭാഗത്തേക്ക് ഈ മേലേരി കൂട്ടുന്നതിന് വേണ്ടി നടുഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ആള് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഒറ്റപ്പാലം തൊട്ടിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറുക എന്ന് പറയുന്ന ഒരു കാര്യം. അതെ അതെ. അതിലേറ്റവും പ്രധാനം ആ കേസ് ഒരു വലിയ ബലമാണ്, മാർഗനിർദ്ദേശകമാണ് സമാജം, റെഫറൻസ് ആണ് എല്ലാ കാലവും. കാരണം ഏത് കാലത്തും നമ്മുടെ ധാർമ്മികമായിട്ടുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വരുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ നമുക്കൊരു നല്ല ഹോംവർക്ക് ചെയ്ത് വൃത്തിയായി നമ്മൾ അതിനെ നേരിട്ട വൈകാരികമായി ഇടപെടാതെ അതെ അതിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് എല്ലാ തരത്തിലും. കാരണം ഇപ്പം നിയമം കേസ് മാത്രമായിരുന്നെങ്കിൽ അതിന് ഈ വിധി ഉണ്ടാവില്ല. പക്ഷെ കേസിനൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള അവബോധത്തിലേക്ക് എത്തിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട്. കാരണം ഇപ്പൊ ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പറയും ആ ശ്മശാനം എന്ന് പറഞ്ഞ പൊല്യൂഷൻ അല്ലേ എന്നാണ്. ശ്മശാനത്തിന് അടുത്ത് നിൽക്കാൻ ശരിക്കും യഥാർത്ഥത്തിൽ ഭയമാണ്. അതെ അതെ. ശ്മശാനത്തെ ഭയപ്പെട്ടത് കൊണ്ട്, പക്ഷെ എനിക്ക് ഭയം ഉണ്ടെന്ന് എനിക്ക് തുറന്ന് സമ്മതിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പൊല്യൂഷൻ എന്ന് പറയും. അതെ അതെ. ഇതാണ് എപ്പോഴും എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ശ്മശാനം പൊല്യൂഷനാണ്, അതിന്റെ അടുത്ത് താമസിക്കുന്നതിന് പ്രശ്നം എന്നുള്ള നിലയിൽ ആളുകൾ പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം. യഥാർത്ഥത്തിൽ ഏറ്റവും പൊല്യൂഷൻ ഇല്ലാത്ത ശവസംസ്കാര ക്രിയ ഹിന്ദു ധർമ്മം അനുസരിച്ചിട്ടുള്ളതാണ്. അതൊരു യാഗവിധിയാണ്. അതിലെ ദ്രവ്യങ്ങൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ശവസംസ്കാരം നടത്തിയാൽ അന്തരീക്ഷത്തിനോ മണ്ണിനോ ഒന്നും യാതൊരു തരത്തിലുള്ള മാലിന്യം ഉണ്ടാവില്ല. ഈ നദീതീരത്താണ് ഭാരതത്തിലെ എല്ലാ പുരാതന ശ്മശാനങ്ങളും. കാരണം അവിടെ നിന്നുണ്ടാകുന്ന കരി അല്ലെങ്കിൽ ചാരം മറ്റുള്ളത് ഒന്നിനും നമ്മൾ ആ ഒരു മനസ്സുകൊണ്ടുള്ള ഇതുകൊണ്ട് ഉപയോഗിക്കില്ല. പക്ഷെ അത് നദിയുടെ അസിഡിറ്റി കളഞ്ഞ് അതെ ആൽക്കലൈൻ അതാക്കുന്നതിന് സഹായകരമാകും എന്നുള്ളതും കൊണ്ടും കൂടിയാണ്. പക്ഷെ അതൊന്നും ആളുകൾ ആ രീതിയിലല്ല മനസ്സിലാക്കുക. ഭയമാണ്. 2020 കുംഭമേളയ്ക്കാണ് പിന്നെ അങ്ങനെ പെട്ടെന്ന് പിന്നെ കാണാതായി പോയത്. പിന്നെ ജൂനാഗാഡിലേക്കുള്ള യാത്രയും അവിടെ ഉള്ള പഠനവും തിരിച്ചു വരവൊക്കെ എങ്ങനെയായിരുന്നു? അതൊരു നേരത്തെ പ്ലാൻ ചെയ്താണോ? അല്ല, ഞാനൊരു 2010 കഴിയുമ്പോഴേ അഖാഡയുടെയും മറ്റുള്ളതിന്റെ ഒക്കെ ഭാഗമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ആ യാത്രകളിൽ തന്നെ നമ്മൾ ഒരുപാട് മഹാത്മാക്കളുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ ഞാൻ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നത് മലയാളിയായിരുന്ന ഇതിനു മുമ്പുണ്ടായിരുന്ന മഹാമണ്ഡലേശ്വരി, ഒരു 50 വർഷത്തോളം മുമ്പാണ് മഹാമണ്ഡലേശ്വര. നിരഞ്ജിനി അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിരുന്ന കാശികാനന്ദഗിരി മഹാരാജി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഭാരതത്തിലെ ഏറ്റവും വലിയ വിദ്വാൻ എന്ന് മാനിക്കപ്പെട്ടിരുന്ന മഹാത്മാവായിരുന്നു. അപ്പൊ അങ്ങനെ ഇത്തരത്തിലുള്ള ഇതിനെ കുറിച്ചൊക്കെ വലിയ പരിചയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2001 തൊട്ടുള്ള കുംഭമേളകളിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അഖാഡകളെയും മറ്റുള്ള കാര്യങ്ങളെയും കൂടി പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഭാരതത്തിലെ ആചാര്യന്മാരുടെ ഒപ്പം നടക്കുക എന്നുള്ള രീതിയിൽ ഇപ്പൊ അവര് നിർദ്ദേശിക്കുന്ന പരിശീലനങ്ങൾ, സാധനങ്ങൾ, അങ്ങനെയുള്ള ക്രമങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോവുക കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായിട്ടും വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അങ്ങനെ മാറി നിന്ന് അത് കുറച്ചുകൂടി ഒരു രഹസ്യമായ സ്വഭാവത്തിലായിരുന്നു. അത് അഖാഡകളുടെ ഒരു രീതിയിൽ അങ്ങനെ ഒരു തപസ്സിന്റെ ഒരു കാലമുണ്ട്. ഇപ്പൊ നമ്മളേതെങ്കിലും ഒരു ഉൾപ്രദേശത്ത് ഹിമാലയത്തിന് മുകളിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു കാലമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോഴും നമ്മളൊരു പ്രത്യക്ഷമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ സജീവാണ്. സമാജത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള രീതിയിൽ, അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഈ കാശിയിലെ ദേവസ്വം ബോർഡ് വക സത്രത്തിന് അത് ഒരു 25 വർഷത്തോളം ഇവിടുത്തെ ഒരു മുസ്ലിം ആളുകളുടെ കയ്യിലായിരുന്നു. ഫർദീൻ ഖാൻ എന്ന് പറയുന്ന ആളുടെ കയ്യിലായിരുന്നു. അപ്പൊ അതിനെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ ഈ കുംഭമേളകളിലൊക്കെ നമുക്കുള്ള ഒരു ചിന്തയായിരുന്നു മലയാളികളുടെ ഒരു പ്രാതിനിധ്യം. അവർ പറയും ശങ്കരാചാര്യർ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പിന്നെ ഒരു മലയാളി തിരിഞ്ഞു നോക്കിയില്ല എന്ന് ഒരു. അപ്പം കേരളത്തിൽ നമ്മൾ പലരോടും സംസാരിച്ചതെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ആർക്കും പറ്റിയില്ല. അപ്പൊ അത് നമ്മൾ അങ്ങനെ ഒരു പരിശ്രമം കഴിഞ്ഞ കുംഭമേളയിൽ ചെയ്തു. അതും ജനങ്ങൾ വലിയ രീതിയിൽ
സ്വീകരിച്ചു. പിന്നെ ഇങ്ങനെ ഒരു നിയോഗം കൂടി വന്നു ചേർന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി സജീവമായിട്ട് ഇടപെടേണ്ടി വന്നു എന്നുള്ളത്. പക്ഷെ ആ ഒരു മഹാമണ്ഡലേശ്വരായിട്ട് കേരളത്തിലേക്ക് വന്നൊരു വരവ് പക്ഷെ കേരളത്തിലെ ഒരു ആധ്യാത്മിക മണ്ഡലത്തിൽ വലിയൊരു ഉണർവ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ തന്നിട്ടുണ്ട്. ഇനിയിപ്പോ എങ്ങനെയാണ് ജൂന അഖാഡ കേരളത്തില് ഒരു അഖാഡ തുടങ്ങുകയും സന്യാസിമാർ അവിടെ ഉണ്ടാവുകയും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമോ? അല്ല, അതാണ് അഖാഡ ആലോചിക്കുന്ന ഒരു കാര്യം. അതായത് ദക്ഷിണ ഭാരതത്തില് ശങ്കര ജന്മഭൂമി കേന്ദ്രമായിട്ട് അഖാഡയുടെ ഒരു ശാഖാ വ്യവസ്ഥ വേണമെന്നും പിന്നെ ഭാരതം മുഴുവൻ സന്യാസിമാര് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അതിൻ്റെ ഒരു വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട്, അതായത് സന്യാസിക്ക് ഒരു വെള്ളം തരുന്ന, സന്യാസിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യവസ്ഥ കേരളത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലടക്കം ഇല്ല എന്നുള്ളത് കൊണ്ട് അത്യാവശ്യം ആശ്രമങ്ങളിൽ മാത്രമേ, അതും ഒരുവിധ ആശ്രമങ്ങളിലും അങ്ങനെ ശീലമുള്ള ആളുകളോ പരിചയമുള്ള ആളുകളോ ഒക്കെ വളരെ കുറവാണ്. അതിനുള്ള വ്യവസ്ഥയുള്ള ആശ്രമങ്ങൾ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു ആശ്രമത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു തരും. ഇപ്പൊ കോഴിക്കോട് വന്നിട്ട് അല്ലെങ്കിൽ കണ്ണൂർ വന്നിട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ വന്നിട്ട് ഇവിടെ അടുത്ത ഏത് ആശ്രമം എന്ന് അത്യാവശ്യം ചന്ദനക്കുറിയൊക്കെ തൊട്ട ഒരാളോട് ചോദിച്ചാൽ പോലും ആള് മുകളിലേക്ക് നോക്കുകയുള്ളൂ. ഒരു സന്യാസിക്ക് താമസിക്കാൻ ആശ്രമം ബേസ് ചെയ്തല്ലോ കേരളത്തിൽ, അമ്പലം ബേസ് ചെയ്താണ്. അമ്പലം ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണം ഉള്ളത് കൊണ്ട് ഈ പരിവ്രജനം ചെയ്യുന്ന സാധുക്കൾക്ക് യാത്രാ സൗകര്യങ്ങൾക്കും അതിന്റെ കാര്യങ്ങൾക്കൊക്കെ അതോടൊപ്പം തന്നെ ഈ ധർമ്മ സംരക്ഷണം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ വരുന്ന ആളുകളെ പരിശീലിപ്പിക്കുന്നതിനും അവർക്ക് തുടരുന്നതിനും ഉത്തരഭാരതത്തിലുള്ള മഹാത്മാക്കൾക്ക് അവിടെ വന്ന് അവരുടെ ധാർമ്മിക പ്രവർത്തനങ്ങൾ ആളുകളെ അറിയിക്കുന്നതിനും ഒക്കെയുള്ള അഖാഡയുടെ ഒരു ശാഖാ കേന്ദ്രം വേണം എന്നുള്ള ആലോചനയാണ് ആദ്യമായിട്ടുള്ളത്. അതിപ്പോ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാശി രാജാവിനെ മധുസൂദന സരസ്വതി സ്വാമിജിയുടെ ഉപദേശപ്രകാരം കാശി രാജാവാണ് അഖാഡയെ കാശിയിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്. അതിന്റെ സ്ഥലവും അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുപോലെ ദേശം വിളിക്കണം എന്നുള്ളതാണ്. ദേശത്തിന്റെ യജമാനന്മാര്, ദേശത്തിന്റെ സമാജം, ദേശത്തിലെ ആചാര്യന്മാര് വിളിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു സ്ഥലവും സൗകര്യങ്ങളുമായി കേരളത്തിലായിക്കഴിഞ്ഞാൽ, അതിനാവാൻ പറ്റുന്നൊരു വ്യവസ്ഥ നമുക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അഖാഡയുടെ ശാഖ അവിടെ തുടങ്ങുകയും അതൊരു വലിയ രീതിയിൽ ആഘോഷമായി കുംഭമേളകളിലേക്കൊക്കെ പോകുന്ന പോലെ അഖാഡയുടെ ആ താവളത്തിലേക്ക് സന്യാസിമാർ വരികയും ചെയ്യും. ചാവടിയൊക്കെ ആയിട്ടുള്ള ചാവനി പ്രവേശം എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഒരു അങ്ങ് മഹാമണ്ഡലേശ്വരത്തിന് മുമ്പ് തന്നെ നമ്മളൊരു അഖാഡ കേരളത്തിൽ തുടങ്ങണം എന്നുള്ള അങ്ങ് ഒരുപാട് പരിശ്രമങ്ങൾ അതിന് പല ആളുകളോടും പറയുകയും കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ അന്ന് അതിന്റെ സമയമായിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ സമയമാണ്. നമുക്ക് കുംഭമേളയോട് കൂടി തന്നെ അതെ ഏതെങ്കിലും ഇപ്പൊ നമ്മളെ ഒരുപാട് തരത്തിലുള്ള ആളുകളുടെ സ്ഥലങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ കേരളത്തില് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നത്. നമുക്ക് അഖാഡ പക്ഷെ ഒരു നദീതീരത്ത് വേണം എന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ നിർബന്ധമില്ല. നദീതീരത്ത് വേണമെന്നോ മറ്റുള്ള രീതിയിലുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ അഖാഡയുടേതായിട്ടുള്ള കുറച്ച് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, കാരണം അഖാഡയുടെ ദേവതയുടെ ക്ഷേത്രം വേണം, ഒരു ഗോശാല വേണം, ധൂനിയുടെ സൗകര്യങ്ങൾ വേണം, ഒരു വന്ന് കാണാൻ ഒരു 10-50 സന്യാസിമാർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ പ്രാഥമിക സമയത്ത് നമ്മുടെ നാട്ടിലെ കളരി പോലത്തെ ആയോധന പരിശീലനങ്ങൾ കളരി തന്നെ. അതായത് അപ്പൊ നമ്മളിപ്പോ ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ പരിശീലനങ്ങളാണ്. നമ്മൾ കേരളത്തിൽ ആലോചിക്കുക, കേരളത്തിലെ കളരി പാരമ്പര്യത്തെ തന്നെ ഇതിന്റെ ഭാഗമാക്കാനാണ്. നമുക്കൊരു 10-15 ഏക്കർ സ്ഥലം ഒരു അഖാഡയ്ക്ക് വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ? ഇല്ല, നമുക്കൊരു തുടക്കത്തിൽ എന്ന് പറയുന്ന ഒരു 3 തൊട്ട് 5 ഏക്കർ വരെയുള്ള ഒരു സ്ഥലത്ത് ഗോശാലയും എല്ലാ കാര്യങ്ങളും 10-20-30 സന്യാസിമാര് താമസിക്കാവുന്ന വ്യവസ്ഥയും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് ചെയ്യും. അതിലിപ്പോ കേരളത്തില് സത്യത്തില് അത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരുപാട് ക്ഷേത്രത്തിന്റെ സ്ഥലങ്ങൾ തന്നെ ഒരുപാട് കിടക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് മനസ്സ് വെച്ചാൽ ഇപ്പൊ നമുക്ക് തുടങ്ങാൻ ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. കേരളത്തിലെ ഏതെങ്കിലും സംഘടനകളോ ക്ഷേത്രങ്ങളോ ആരാണെങ്കിലും അതിന് തയ്യാറാവുകയാണെങ്കിൽ കേരളത്തിൽ അതൊരു വലിയ, അല്ലെങ്കിൽ എല്ലാരും കൂടി വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ലോ. വാങ്ങിയാലും മതി. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു അടുത്ത കുംഭമേള, ഈ കുംഭമേള കഴിഞ്ഞ് അടുത്ത കുംഭമേളന്റെ മുമ്പ് ജൂന അഖാഡന്റെ വലിയൊരു അഖാഡ ഒരു കേന്ദ്രം അവിടെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അത് സമാജത്തിന് ആവശ്യമാണ്, നമ്മുടെ രാജ്യത്തിനും ആവശ്യമാണ് ഇന്നത്തെ അവസ്ഥ. അതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ക്ഷണിക്കണം, അഖാഡയിൽ വന്ന് അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു സംവിധാനമോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ അവിടെ സാമാജികമായിട്ടുള്ള ഒരു അതിനൊരു രൂപം ഉണ്ടാക്കി, അതിനൊരു സ്വാഗത സംഘം പോലെ ഒരു രൂപം ഉണ്ടാക്കി അതിന്റെ ആളുകൾ ചെയ്യാവുന്ന ഏറ്റവും അതിലെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അതിന്റെ ഒരു സ്ഥലം ഒരുക്കുക, സ്ഥലം തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, കാരണം ഇപ്പൊ അഖാഡയെ സംബന്ധിച്ചിടത്തോളം അഖാഡയ്ക്ക് അവിടെ വലിയ സൗകര്യങ്ങളോ അങ്ങനെയുള്ള സംഗതി ഒന്നുമില്ല. കാരണം നമ്മൾ കുംഭമേളയ്ക്ക് കണ്ടിട്ടുണ്ടല്ലോ ശിബിരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അഖാഡയെ സംബന്ധിച്ചിടത്തോളം ധാരാളമാണ്. എന്തായാലും നമ്മളെ പോഡ്കാസ്റ്റ് ഒരുപാട് പേരിലേക്ക് എത്തും. അപ്പം കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലൊരു അഖാഡ സങ്കല്പം ഉണ്ടാവട്ടെ.
ആരെങ്കിലും ഒക്കെ ഒരു അഖാഡയ്ക്കുള്ള സങ്കല്പം, എല്ലാവരുടെയും മനസ്സിൽ അഖാഡ സങ്കല്പം വന്നാൽ അത് പെട്ടെന്ന് നടക്കും. തീർച്ചയായിട്ടും നടക്കും, സങ്കല്പത്തിലാണ് തീർച്ചയായിട്ടും നടക്കും. എന്തായാലും ഈ ഒരു വളരെ അടുത്ത് തന്നെ അതിനുള്ള ഒരു സ്ഥലമൊക്കെ നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഉത്സാഹിച്ച് അടുത്ത ഒരു വർഷത്തിനിടയ്ക്ക് ഒരു അഖാഡ, ജൂൻ അഖാഡയുടെ ഒരു അഖാഡ കേരളത്തിലും ഉണ്ടാവട്ടെ. കേരളത്തിലേക്കും സന്യാസിമാരുടെ ഒഴുക്ക് ധാരാളമായി ഉണ്ടാവട്ടെ. നമുക്കത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും അത് സംഭവിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സന്തോഷം.